ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ എനിക്ക് ഒരു പോസ്റ്റ് ഇട്ടതാണ്, ഞാനത് വായിച്ചതാണ്. നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാഷണൽ ഹൈവേക്ക് 2 തന്തമാരുണ്ടായിരുന്നു. ഒന്ന് നരേന്ദ്ര മോഡി നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, മറ്റൊന്ന് പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെൻറ്. രണ്ടുപേരും ഈ പ്രവൃത്തിയുടെ തന്തമാരാണ് എന്ന് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ നാഷണൽ ഹൈവേയിൽ പലയിടത്തും ഭൂമി പിളരുന്നത് പോലെ വിള്ളലുകൾ ഉണ്ടായപ്പോൾ നാഷണൽ ഹൈവേ ഒരു യതീംകുട്ടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് തന്തയുമില്ല തള്ളയുമില്ല. യതീംകുട്ടികളെ പരിപാലിക്കുന്നത്, സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പമാർഗമാണ്. ഇപ്പം നാഷണൽ ഹൈവേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പുണ്യം പോലും കിട്ടുന്നൊരു പ്രവൃത്തിയാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഞങ്ങളെ വകയാണ് എന്ന് പറഞ്ഞ് വീമ്പടിച്ച് നടക്കുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും. അദ്ദേഹം ആഴ്ചയിൽ ഒരു തവണ ഈ റോഡിൻ്റെ പ്രവൃത്തി പഠിക്കാൻ, മനസ്സിലാക്കാൻ ചുവന്ന ട്രൗസറും ചുവന്ന കുപ്പായൊക്കെ ഇട്ട് റോഡിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ പല ടി വിയിലും നാം കണ്ടതാണ്. അദ്ദേഹം ഇന്ന ദിവസം കൊണ്ട് ഇന്ന ഭാഗം വരെ പൂർത്തിയാകും, ഫറൂഖിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റി വരെ, അല്ലെങ്കിൽ അപ്പുറം ഈ ചേളാരി വരെ ഇന്ന ദിവസം തുറക്കും. ഇങ്ങനെയുള്ള ബടായി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് റോഡിൽ പല ഭാഗങ്ങളിലും മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല, അതിനിടയിൽ തന്നെ വിള്ളലുണ്ടായത്. ഈ റോഡിങ്ങനെ കെട്ടി ഉയർത്തുമ്പോൾ, അതിൽ മണ്ണിട്ടിങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മളെ ബേക്കറിയിലൊക്കെ മൈസൂർ പാക്ക് അടുക്കി വെക്കുന്നത് പോലെയാണ്. ഇത് ഇങ്ങനെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം സാധാരണക്കാരായ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാത്ത, സത്യം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിലൂടെ പോകാത്ത അശോക നമുക്കൊക്കെ തോന്നിയത് അതിങ്ങനെ മൈസൂർ പാക്ക് അടക്കി വെക്കുന്നത് പോലെ. ഏതായാലും റോഡിൽ വിള്ളലുണ്ടായി. അതേക്കുറിച്ച് നമ്മുടെ മുനീർ സാഹിബ് പറഞ്ഞത് പ്രവൃത്തി നടക്കുമ്പം വലിയ തള്ളലായിരുന്നു, എന്നാൽ വിള്ളലുണ്ടായപ്പോൾ തള്ളൽ നിർത്തിയിരിക്കുക. ഇപ്പോൾ റോഡിനെ കുറിച്ചൊന്നും ഒന്നും തന്നെ ഒരക്ഷരം പോലും പറയുന്നില്ല. ഇവരെല്ലാറ്റിനും പിതൃത്വം അവകാശപ്പെടുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മുഞ്ഞി എന്നു പേരുള്ള അതിപ്രശസ്തമായ ഒരു കഥാപാത്രമുണ്ടായിരുന്നു. എട്ടുകാലി മമ്മുഞ്ഞി ആളൊരു ഷണ്ടനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, മാത്രമല്ല കാഴ്ചയിൽ വളരെ വിരൂപൻ കൂടിയാണ്. ഒരു സ്ത്രീയും ഈ വിരൂപനായ മമ്മുഞ്ഞിയുടെ മുഖത്തേക്ക് പോലും നോക്കില്ല. പക്ഷേ മമ്മുഞ്ഞിക്കൊരു സ്വഭാവമുണ്ട്. നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചാൽ ഉടനെ മമ്മുഞ്ഞി പറയും, ഇതിൻ്റെ ആളെ നിങ്ങൾ ഇനി എവിടെയും അന്വേഷിക്കേണ്ട, അതിൻ്റെ ആട് നമ്മൾ എന്നാന്ന് പറയും. ഒരു ദിവസം ഈ എട്ടുകാലി മമ്മുഞ്ഞി രാമൻ നായരുടെ ചായക്കടയിലിരുന്ന് ചായ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാമൻ നായർ മമ്മുഞ്ഞിയോട് ചോദിച്ചു, എടോ നീ ഒരു വിവരം അറിഞ്ഞോ? മമ്മുഞ്ഞി പറഞ്ഞു, ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ മനക്കലെ ലക്ഷ്മിക്കുട്ടി പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒറ്റ ശ്വാസത്തിന് മമ്മുഞ്ഞി പറഞ്ഞു, അതിൻ്റെ ആളും ഞാൻ തന്നെയാണ് രാമൻ നായരെന്ന്. അപ്പൊ രാമൻ നായർ പറഞ്ഞു, നീ എന്താണ് പറയുന്നത് കുരുത്തം കെട്ടവനെ? മനക്കലെ ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞാൽ മനക്കലെ നമ്പൂതിരിപ്പാടിയുടെ വാങ്ങിച്ചോണ്ട് വന്ന പിടിയാനയാണ്. ആ പിടിയാന പ്രസവിച്ചിട്ട് അതിൻ്റെ ആളും ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണോ ഹറാം പറഞ്ഞോനെ എന്ന് രാമൻ നായർ ചോദിച്ചു. അതുപോലെ നാഷണൽ ഹൈവേൻ്റെ തന്ത 1.5 മാസം മുമ്പ് വരെ ഇവരായിരുന്നു. വിഴിഞ്ഞം പോർട്ടിൻ്റെയും
തന്ത ഇവരായിരുന്നു. സ്വന്തം കുട്ടി ഉണ്ടാവാത്ത ആളുകൾ അടുത്ത വീട്ടിലെ കുട്ടീനെ മടിയിലൊക്കെ ഇരുത്തി എന്തെങ്കിലും കുപ്പായമൊക്കെ വാങ്ങിക്കൊടുത്ത് മുടിയൊക്കെ ചീകിക്കൊടുത്ത് തലയിൽ പൂവൊക്കെ ചൂടിച്ച് എൻ്റെ മക്കളാന്ന് പറഞ്ഞ് കൊണ്ടുനടക്കും. അങ്ങനെ കൊണ്ടു നടക്കുന്നതിനല്ലാതെ സ്വന്തമായി ഈ കേരളത്തിൽ 9 വർഷം ഭരിച്ചിട്ടും നമുക്ക് ഇത് ഞങ്ങളുടേതാണ്, LDF ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാക്കിയതാണ് എന്ന് തൊട്ട് കാണിക്കുവാൻ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നടന്ന പ്രവൃത്തികൾ അവരുടേതാണെന്നൊരു ഭാഗത്ത് അവകാശപ്പെടുന്നു. ഉദ്ഘാടന യോഗങ്ങളിൽ നടന്ന നാടകങ്ങളെക്കുറിച്ച് ദിനേശ് പെരുമണ്ണ സൂചിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാത്ത ഒരു പദ്ധതി, അതാണ് വിഴിഞ്ഞം പോർട്ട്. 10 പൈസ പോലും കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടില്ല. കേരള ഗവൺമെന്റിന്റെ മുതൽ മുടക്കോടുകൂടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ആരംഭിച്ച കേരളത്തിന്റെ വികസനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പോർട്ട്. പക്ഷേ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ UDF ഭരണകാലത്ത് സാധിച്ചില്ല. പിന്നീട് വന്ന LDF ഗവൺമെന്റ് കാലത്ത് അതിന്റെ പ്രവൃത്തി കുറേ വൈകി. ആദ്യം തന്നെ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തതൊരു ജുഡീഷ്യൽ അന്വേഷണം. ഉമ്മൻചാണ്ടിന്റെ കാലത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ ഒരുപാട് സമയം നീണ്ടുപോയി. 6000 കോടി കൊണ്ടൊക്കെ തീരേണ്ട പ്രവൃത്തി 40,000 അല്ലെങ്കിൽ അതിലേറെ കോടി രൂപ കൊണ്ടാണ് പൂർത്തിയായത്. ഉദ്ഘാടനത്തിന് ഇവര് ഒരാവശ്യവുമില്ലാതെ വാ തുറന്നാൽ മോഡിക്കെതിരെ, BJPക്കെതിരെ, ഫാസിസത്തിനെതിരെ ഒക്കെ സംസാരിക്കുന്ന ഈ ആളുകള് ഇതിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവന്നു. നരേന്ദ്രമോദി സ്റ്റേജിൽ കയറണമെങ്കിൽ ആ BJPന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരിങ്ങോട്ട് വരുന്നില്ല. ആ രാജീവ് ചന്ദ്രശേഖർ നല്ല പച്ചക്കുപ്പായൊക്കെ ഇട്ട് നടക്കുന്ന ഒരു കക്ഷിയാ. വലിയ മുതലാളി കേട്ടോ, അത് വേറെ കാര്യം. മൂപ്പര സ്റ്റേജിൽ ഇരുത്തേണ്ടി വന്നു. അദ്ദേഹത്തെ സ്റ്റേജിലിരുത്തി പ്രതിപക്ഷ നേതാവിനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല. തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം വിശ്വപൗരനാണ്. ഇന്ത്യക്ക് വേണ്ടി ലോകത്തെ എല്ലാ രാജ്യത്തും പോയി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ ഈ തീവ്ര ആക്രമണം, ഇന്ത്യക്കെതിരെ നടത്തിയ ഒരു കാരണവുമില്ലാതെ നടത്തിയിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തെ, അത്തരം നടപടികളെ അപലപിക്കാൻ വേണ്ടി, ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കുവാൻ വേണ്ടി ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പോകുവാൻ ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായി ഉൾപ്പെടുത്തിയ ശശി തരൂർ തിരുവനന്തപുരത്തെ പാർലമെന്റ് മെമ്പറാണ്. 4ാം തവണയും തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ചിട്ടുള്ളയാളാണ്. ഇപ്പോഴത്തെ സിറ്റിംഗ് മെമ്പറാണ് ഡോക്ടർ ശശി തരൂർ. ആ ശശി തരൂരിനെ വേദിയിലേക്ക് വിളിച്ചിട്ടില്ല. ശശി തരൂരിനോട് മത്സരിച്ച് തോറ്റിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ നരേന്ദ്രമോദിയോടൊപ്പം സ്റ്റേജിലിരിക്കുന്നു. ആള് ഒരു കോമാളിയാണെങ്കിലും നമ്മുടെ ദിലീപ് അഭിനയിച്ച കുഞ്ഞിക്കൂനനെ പോലെ ഇരിക്കുമെങ്കിലും നമ്മുടെ CPMന്റെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള സെക്രട്ടറിയാണ് അദ്ദേഹം. വലിയ വലിയ ആളുകളിരുന്ന കസേരയിലാണ് അങ്ങേരിയ്ക്കുന്നത്. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ തമാശയാക്കാറുണ്ട്, കോയിന്നൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയായ കോയിന്നൻ അശോകൻ മാസ്റ്റർ നാണുമൊക്കെ ഇരിക്കും പോലെ മുമ്പിലിരുന്ന് ഇങ്ങനെ നോക്കുക. ആ സമയത്ത് ആ രാജീവ് ചന്ദ്രശേഖരന് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക. സ്റ്റേജിൽ ഇരുന്നിട്ട് ഇപ്പൊ ബാലനാരായണ മുദ്രാവാക്യം വിളിച്ചാൽ പ്രവീൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇരുന്ന് കഴിഞ്ഞാൽ വിളിക്കാലോ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ഇരുത്തി
അവർ മുദ്രാവാക്യം വിളിച്ചു. അത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ ഉണ്ടായി. അതുപോലെ നമ്മുടെ കൊച്ചിയിൽ മെട്രോ ട്രെയിൻ ഒരു യാഥാർത്ഥ്യമായി. കൊച്ചിയിൽ മെട്രോ ട്രെയിൻ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ ട്രെയിൻ അല്ല, ലൈറ്റ് മെട്രോ, ചായ, സ്ട്രോങ് ചായ, ലൈറ്റ് ചായ എന്നൊക്കെ പറയും പോലെ കോഴിക്കോട്ട് ലൈറ്റ് മെട്രോ ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വിഭാവനം ചെയ്തത്. കൊച്ചി കേരളത്തിന്റെ ഹൃദയഭൂമിയാണ്. വളരെ തിരക്ക് പിടിച്ചൊരു നഗരമാണ്. വളരെ ഗതാഗത വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വലിയ തിരക്കുള്ളൊരു കേരളത്തിലെ നഗരമാണ് കൊച്ചി. ആ കൊച്ചിയിൽ ഒരു മെട്രോ ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ്.